അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പൊ അൽഹംദുലില്ലാ പറഞ്ഞിട്ടാ ഈ വീഡിയോ തുടങ്ങുന്നത് കേട്ടോ. കാരണം ഇന്ന് അത്രയും ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമാണ്. നമ്മള് പുതിയ വീടിന്റെ തറടാനുള്ള കല്ലിടൽ ദിവസമാണ് കേട്ടോ ഇന്ന്. നമ്മളെ നാട്ടില് മലപ്പുറം ഈ ഒരു ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല ചടങ്ങായിട്ട് തന്നെ ഇത് നടത്താറുണ്ട് കേട്ടോ. അപ്പൊ രാവിലെ തന്നെ ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് എത്തിയിട്ടുണ്ട്. ഉമ്മാന്റെ വീട്ടിൽ നിന്നാണ് കൂടുതൽ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നത്. ആ മതിലിന്റെ അപ്പുറത്ത് പോയിക്കോളി. My new necklace gifted for my brother. Allah, gifted for my brother. This is necklace, you know. ഇവിടെ പരിപാടിക്ക് ഗുജറാത്തി പെണ്ണ് വന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഗുജറാത്തിക്കാൽ തലകട്ടെ. എന്താടാ മുന്നിൽ തന്നെ തോത്താണല്ലോ. ആടി പശുവിന്റെ പെണ്ണിന്റെ കൊണ്ട് നടക്കല്ലേ. ഹലോ ഹലോ കേക്കാരം നമുക്ക് അറിയില്ലാണേ. മൂന്നത്തെ അറിയില്ല തുടങ്ങി റീചാർജ് ചെയ്യാൻ. ആരാ ചിച്ചാണി? പോയി കൊണ്ടാ മതി. മതി മുഖം ഡീസന്റിലാണ്. ആ ബാഗ് ഒന്നും കൊടുത്താത്ത എന്താ എന്താ ഇതെന്താ? ഇതാണ് തുമ്പി. അവളെ തലയിലാണ് തുമ്പി. എന്റെ തലയില് മയവില്ല. തിരിച്ചാ? അതെ അതെ. പൈസ പണിയെടുത്തോ. എന്താ മുട്ടി തിരിഞ്ഞിക്കണോ? ഇവിടെ എന്താ നിങ്ങൾക്ക് ഒരു കള്ളത്തരം? ചായ മുക്കുണ്ടോ? പൈസ ചായ മുക്കുണ്ടോ ജി? എന്തോ അതൊരു മണം. നോക്കട്ടെ നോക്കട്ടെ. എവിടെ പൈസ? ഓ 1 വരും. പല്ലടി ചിച്ചാണി പല്ലടിയാ പല്ലാട്ടി ചിരിച്ചാ പറഞ്ഞാണ്. ബാബു ബാബുജി ഓയ് ബാബുജി. അങ്ങനെ ഉസ്താദ് വന്നപ്പോ നമ്മൾ കല്ലിടാൻ വേണ്ടിയിട്ട് ഉമ്മാനെയും അറക്കാണ് കേട്ടോ. ഞങ്ങളെ കുടുംബത്തിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അത് തുടക്കം വെക്കൽ ഉമ്മയാണ്. അത് അയിമന്നെ തുടങ്ങാറുള്ളൂ. അപ്പൊ രണ്ടാളും കൂടിയിട്ട് ഇതാ സ്ഥലത്തേക്ക് ഇറങ്ങാണ്. ബാബുവാണ് കൈ പിടിച്ച് ഇറക്കുന്നത് കേട്ടോ. കാരണം ഉമ്മക്ക് അങ്ങനെ ഇറങ്ങാൻ കഴിയൂല. പിന്നെ അൻഷിന്റെ വീട്ടിൽ നിന്ന് അൻഷിന്റെ പെച്ചിയും അൻഷിയും വന്നിട്ടുണ്ടായിരുന്നു. ഈ പോണ ഇതിലാണ് കേട്ടോ. ക്യാമറ തൂക്കാണ്ട് പോകുന്നുണ്ട്. അവിടെ വെളുത്ത് വിടാനേ മതിയേനേ പറഞ്ഞിട്ടാണ് മൂത്താപ്പ ഓളെ ഇപ്പം പോണത്. നോക്കണ്ട. ഒരു മിനിറ്റ് മൂത്തപ്പ ഒന്ന് അങ്ങോട്ട് പോട്ടെ ക്യാമറ ആയിട്ട്.
ക്യാമറക്കാരൊക്കെ നമ്മളൊരു കട എടുക്കുമ്പോ ഓ സെറ്റ് സെറ്റ് ചില്ലി ഇഷ്ടമുണ്ടോ ഇങ്ങനെ മണ്ട ഇന്ന് മാറിക്കോ വലിയൊരു ക്യാമറ അങ്ങനെ ആ ചടങ്ങ് അങ്ങോട്ട് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതാ ചീരിഞ്ഞ് വിളമ്പാണ് കേട്ടോ. ഞാനും അനിയനും ഉവൈസും കൂടിയിട്ട്. ഉവൈസ് എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. ഞാൻ കാര്യത്തിൽ ആർക്കും കൺഫ്യൂഷൻ വേണ്ട. പിന്നെ സെയിം പരിപാടിക്ക് തന്നെ അൻഷിയും വന്നിട്ടുണ്ടായിരുന്നു. ഓല് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഉച്ചക്കത്തെ ചോറ് നമുക്ക് ദിലുവിൻ്റെ വീട്ടിൽ നിന്നാണ്. കാരണം ദിലുവിൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് നമ്മളെ സ്ഥലം. അപ്പം ദിലു നമുക്ക് എല്ലാവർക്കും പരിപാടി ദിലുവിൻ്റെ വീട്ടിലാക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ മാപ്പിള കിടക്കുന്നത് എന്താ പറയാനുള്ളത്? ഗൈസ്, അപ്പം നമ്മളുള്ളത് ദിലുവിൻ്റെ വീട്ടിലാണ് കേട്ടോ. ഇന്നത്തെ ഫുഡ് ദിലുവിൻ്റെ വീട്ടിലാണ്. ഒരാളോടെ ഒന്ന് ക്യൂട്ട്നെസ് വാരി അറിയുന്നുണ്ട്. എന്താ പറയാനുള്ളത് താങ്കൾക്ക്? ഒന്നും പറയല്ലേ, നമ്മളെ കുറെ എന്നെ കാണുമ്പോ തൊട്ടുള്ള എന്താ ഒരു ആഗ്രഹമല്ലേ, എന്ത് ഒരു സ്വന്തമായിട്ടൊരു പേരിലൊരു തരാ ജന്ന് എന്നെ പരിചയപ്പെടുന്ന കാലത്ത് തൊട്ടേ അതല്ലേ ചോദിച്ചേ. ഇവിടെ ദിലുവിൻ്റെ കാര്യം ചോറിനാ വന്നതിനെ പറ്റി എന്താ പറയാ? ചോറ് തിന്നാ പറ. പിന്നെ കാണാം. ഞാൻ ദിലുവിനായിട്ട് വരാട്ടോ. ഹലോ, ക്ലാസ് കൊടുക്കട്ടാ? ഇതൊക്കെ മതിയാ? സോ ഗൈസ്, നമുക്ക് ഐസ് ക്യൂബ്സ് എടുക്കാം. യുനോ ഇവിടെ വന്ന എൻ്റെ മെയിൻ പരിപാടി എന്താ വെച്ചാൽ ഐസും കട്ട എടുക്കുക. ഐസും കട്ട ഇല്ല, സോ നമുക്ക് ഐസും വെള്ളം കുടിക്കാം. അങ്ങനെ ഇതൊക്കെയായിരുന്നു കേട്ടോ ഫുഡ്. പിന്നെ നമ്മൾ അധികം നേരം നിന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം ഉമ്മാക്കും ബാക്കിയുള്ളവർക്ക് നെമീമത്ത് പറഞ്ഞ് നമ്മളെ സ്വന്തം വീട് നടക്കുള്ളൂ. ഫുഡുകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിൽ വെച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നേരെ കോഴിക്കോട്ടേക്ക് റിട്ടേൺ പോന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് കോളേജ് ലീവാക്കി വന്നതാണ് കേട്ടോ. അടിപൊളി ഫുഡ് ആയിരുന്നു, ഒന്നും പറയാനുണ്ടായിരുന്നില്ല. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. മനസ്സും വയറും നിറഞ്ഞിട്ടുണ്ടായിരുന്നു. മങ്ക ധൈര്യം തിന്നുന്നുണ്ട് കേട്ടോ. മങ്ക പുളിയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ, അസ്സലാമു അലൈക്കും.